അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഫضل കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഇസ്ലാമിൻ്റെ ഭരണക്രമവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ, അതിൽ കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ ആ ഒരു രാഷ്ട്രീയ സിദ്ധാന്തം, ഭരണക്രമം തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇസ്ലാം വരുത്തിയ ഭരണ പരിഷ്കാരങ്ങളൊക്കെ, അതിൻ്റെ ചരിത്രം തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഭരണകൂടം വരുത്തേണ്ട പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തേത് സുരക്ഷയാണ്. ആ രാജ്യ നിവാസികളിൽ അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കലാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. രണ്ടാമത്തേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. മറ്റൊന്ന് നീതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യം കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇസ്ലാം കണ്ട വഴികൾ, മാർഗങ്ങൾ, സക്കാത്തായിട്ടും സ്വതക്കയായിട്ടും വഖഫായിട്ടും ഹദിയ പോലെയുള്ള സംവിധാനങ്ങൾ, ഇതിലൂടെയൊക്കെ ആ രാജ്യനിവാസികളുടെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റാൻ ഇസ്ലാമിന് സാധ്യമായി. ഇനി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ കുറേയൊക്കെ സൂചിപ്പിച്ചതാണ്. ആ രാജ്യനിവാസികളുടെ സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ രാജ്യനിവാസികൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ആ രാജ്യത്ത് ധാരാളം അമുസ്ലിങ്ങളും ഉണ്ടായിരിക്കണം. അല്ലാതെ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യസങ്കല്പം ഇസ്ലാമിനില്ല. ആ രാജ്യത്തിൻ്റെ അകത്തുള്ള മുസ്ലിം അല്ലാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ട്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇസ്ലാം ഒരുക്കുന്ന സുരക്ഷ, നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ദിമ്മികൾ എന്നത്. അഥവാ മൈനോറിറ്റിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. അത് ഹൈന്ദവരാകാം, ക്രൈസ്തവരാകാം, യഹൂദരാകാം, മതമില്ലാത്തവരാകാം. അവരെ സംബന്ധിച്ച് അറബിയിൽ പറയുന്ന പേരാണ് ദിമ്മികൾ. ദിമ്മി എന്ന അറബി വാക്കിൻ്റെ മലയാള അർത്ഥം സംരക്ഷണം ലഭിച്ചവർ എന്നാണ്. അപ്പോൾ ആ ദിമ്മികൾക്ക് വേണ്ട പരിരക്ഷ ഇസ്ലാം നൽകുന്നു. അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നു. അവർക്ക് അവരുടെ മതപ്രകാരം വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള മൗലികമായ അവകാശം നൽകുന്നു. അവർക്കെല്ലാ സുരക്ഷയും ഇസ്ലാം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മദീനയിലെ ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അമുസ്ലിങ്ങളായ ജനസമൂഹം അനുഭവിച്ച സ്വാതന്ത്ര്യം ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു
ഹദീസ് ഇപ്രകാരമാണ്: ദിമ്മിയോട് ആരെങ്കിലും അനീതി ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശത്രുവാണ്. ഇത് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച വളരെ പ്രാമാണികമായ ഒരു വചനമാണ്. ദിമ്മികളോട് ആരെങ്കിലും അനീതി ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ ശത്രുവാണ്. ആരാണ് ദിമ്മി? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൈനോറിറ്റിയായ ഒരു കമ്മ്യൂണിറ്റി, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അവരോട് ആരെങ്കിലും അനീതി അക്രമം ചെയ്യുന്നുവെങ്കിൽ അവർ എൻ്റെ ശത്രുവാണ്, അഥവാ ഇസ്ലാമിൻ്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത്രമാത്രം സുരക്ഷയാണ് ഇസ്ലാം നൽകിയത്. മറ്റൊന്ന് നീതിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് നീതി. ഞാൻ ഓതിവെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിയുടെ പക്ഷം പിടിക്കുക, നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് ഈ നീതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മഖ്സൂം എന്ന് പറയുന്ന ഒരു ഗോത്രം, ആ ഗോത്രത്തിലെ ഒരു സ്ത്രീ, മഖ്സൂം ഗോത്രം എന്ന് പറയുമ്പോൾ പ്രബല ഗോത്രമാണ്, സമ്പന്ന ഗോത്രമാണ്, പ്രൗഢിയുള്ള ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷ്ടിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്തുള്ള ഈ മോഷണത്തിനുള്ള ശിക്ഷ നമുക്കറിയാം, കൈ മുറിക്കുക എന്നതാണ്. അത് കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ, ആ മോഷണം കൃത്യമായി തെളിയിക്കപ്പെട്ടാൽ കൈ മുറിക്കുക എന്നതാണ് ശരീഅത്ത് നിയമം. അപ്പോൾ മഖ്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷ്ടിക്കുന്നു. ഈ മോഷണ കുറ്റം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. എന്താണെങ്കിലും കൈ മുറിക്കപ്പെടും. പക്ഷേ മഖ്സൂം ഗോത്രത്തിലെ ചില ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അനുയായിയായ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമീപിക്കുകയാണ്. ഈ ഉസാമത്ത് ഇബ്നു സെയ്ദ് പ്രവാചകന്റെ അടുത്ത അനുയായിയാണ്, പ്രവാചകന്റെ കൂടെ എപ്പോഴും സഹവസിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തു കൂടിയാണ്. അപ്പൊ ഉസാമത്ത് ഇബ്നു സെയ്ദിനെ വന്ന് ഈ മഖ്സൂം ഗോത്രത്തിലെ ചില പ്രബലരായ ആളുകൾ കാണുന്നു. എന്നിട്ട് ഉസാമത്ത് ഇബ്നു സെയ്ദിനോട് പറയുന്നു, താങ്കൾ ഒന്ന് പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. താങ്കൾ പറഞ്ഞാൽ ഒരുപക്ഷെ പ്രവാചകൻ അത് കേൾക്കുമായിരിക്കും. എന്താണ് പറയേണ്ടത്? പ്രബല ഗോത്രമാണ്, സമ്പന്ന ഗോത്രമാണ്, അതുകൊണ്ട് ഒരു ഇളവ് അനുവദിക്കണം, കൈ മുറിക്കരുത്. താങ്കൾ ഒന്ന് അപേക്ഷിച്ചാൽ ഒരുപക്ഷെ പ്രവാചകൻ അത് കേട്ടേക്കാം. ഇത് കേട്ടിട്ട് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നു. എന്നിട്ട് പ്രവാചകനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ മഖ്സൂം ഗോത്രത്തിലെ പ്രബലരായ ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇതെല്ലാം കേട്ടപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. പ്രവാചകർക്ക് സാധാരണയായി പ്രവാചകന്റെ മുഖത്ത് കാണുന്ന പ്രകാശം കെട്ടു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദേഷ്യത്തോടെ പറയുകയുണ്ടായി, എൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പൂർവികർ നശിച്ചത് സമ്പന്നരായ പ്രബലരായ ആളുകൾ കുറ്റം ചെയ്യുമ്പോൾ വെറുതെ വിടും. സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ കുറ്റം ചെയ്താൽ അവരെ ശിക്ഷിക്കും. ഇതുകൊണ്ടാണ് മുൻകാല സമുദായങ്ങളൊക്കെ നശിച്ചത്. ആ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ അനീതിക്ക് കൂട്ടുനിൽക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു പ്രവാചക വചനം, അതായത് എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കും എന്ന് റസൂല് പറഞ്ഞതിൻ്റെ ആ ഒരു ചരിത്രം ഇതാണ്. ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലായത്? ഒരു രാജ്യത്തിന്റെ അകത്ത് ആ രാഷ്ട്രത്തിലെ പൗരന്മാർ അവരൊക്കെ തുല്യരാണ്. അത് ആര് തെറ്റ് ചെയ്താലും, അത് സമ്പന്നരാകട്ടെ, പ്രൗഢിയുള്ളവരാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, ആര് തിന്മ ചെയ്താലും ഒരേ ശിക്ഷ, ഒരേ നിയമം. സമ്പന്നർക്ക് വേറെ നിയമം, പ്രൗഢിയുള്ളവർക്ക് വേറെ നിയമം, പാവങ്ങൾക്ക് വേറെ നിയമം. അത് ഇസ്ലാമിക ശരീഅത്തിലില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്ത് നീതിയുടെ പക്ഷം പിടിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. അത് നീതിയുമായി ബന്ധപ്പെട്ടതാണ്. അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ. അതുകൊണ്ടാണ് പ്രവാചകന്റെ ആ വാക്കിനെ സൂക്ഷ്മമായി പഠിക്കുക. എൻ്റെ മകൾ, പ്രവാചകൻ ആരാണ്? പ്രവാചകനാണ്.
പ്രവാചകന്റെ മകൾ എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ മകൾ എന്ന പദവിയുണ്ട്, പിന്നെ മുസ്ലിം എന്ന പദവിയുണ്ട്. എന്തൊക്കെ പദവി ഉണ്ടായിട്ടും കാര്യമില്ല, തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ശിക്ഷ ലഭിച്ചിരിക്കും എന്നതാണ് ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് ഒരു ഉദാഹരണം മാത്രമല്ല, ധാരാളം ഉദാഹരണങ്ങൾ വേറെയും കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴക്ക് പറഞ്ഞുകൊണ്ട് ചില ആയത്തുകളൊക്കെ സൂറത്തുൻ നിസായിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതൊക്കെ മുഴുവനായി പറയാൻ സമയമില്ല. അപ്പൊ നീതിയാണ് ഇസ്ലാമിക ഗവൺമെന്റിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. അപ്പോ സുരക്ഷിതത്വം, നീതി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഈ ഘടകങ്ങളൊക്കെ ഒത്തുചേർന്ന ഒരു ഭരണക്രമത്തിന് പറയുന്ന പേരാണ് ഇസ്ലാമിക രാഷ്ട്ര, അല്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ്, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നു. മരണപ്പെട്ട ശേഷം അടുത്ത ഖലീഫയായിട്ട് അവർ തെരഞ്ഞെടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നമുക്കറിയാം, ആ ചരിത്രം പറയേണ്ട കാര്യമില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് കിടക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിൽ പ്രവാചകന്റെ മയ്യത്ത് കിടക്കുന്നു. പക്ഷെ ആ പ്രവാചകന്റെ മയ്യത്ത് മറമാടുന്നതിനേക്കാൾ പ്രാധാന്യം സ്വഹാബിമാർ കൽപ്പിച്ചത് അടുത്ത ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കണം. അടുത്ത ഭരണാധികാരി ആര്? കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടമല്ല. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ലാ ജമാഅ ഇല്ലാ ബിൽ ഇമാറ, ലാ ഇമാറ ഇല്ലാ ബിൽ ഇത്താഅ. നേതാവില്ലാതെ ഇസ്ലാമില്ല. ഒരാൾക്കൂട്ടമല്ല ഇസ്ലാം. നേതാവില്ലാതെ ഇസ്ലാമില്ല. അനുസരണമില്ലാതെ നേതാവില്ല. അപ്പോ ഈ ഒരു വാചകം പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ വാക്കാണിത്. അപ്പോ സംഘടിച്ചുകൊണ്ടാണ് ഇസ്ലാം ഉള്ളൂ. ഒരു നേതാവില്ലാതെ സംഘടനയില്ല, അനുസരണമില്ലാതെ നേതാവുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് കിടക്കുന്ന ആ സമയത്ത് പ്രവാചകന്റെ മയ്യത്ത് മറമാടുന്നതിനേക്കാൾ പ്രാധാന്യം അവർ കൊടുത്തത് അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കണം. അടുത്ത നേതാവിന് വേണ്ടി അവർ ചർച്ച ആരംഭിച്ചു. ഒരു ദിവസമല്ല, 2 ദിവസം, 3-ാം ദിവസത്തിലേക്ക് ചർച്ച കടക്കുന്നു. അപ്പോ നിരന്തരമായ ചർച്ചയും പഠനവും നടത്തി ആ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവിനെ, ഒരു ഖലീഫയെ അവർ തെരഞ്ഞെടുത്തു. ആ ഖലീഫയുടെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഭരണാധികാരി എങ്ങനെയാണ് ഉണ്ടായത്? ആരെങ്കിലും സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഖലീഫയായോ? ഇല്ല. ഞാനാണ് അടുത്ത ഖലീഫ, പവർ ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ആയുധമെടുത്തിട്ട് ഞാനാണ് അടുത്ത ഖലീഫ, അങ്ങനെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ആരും ഖലീഫയായിട്ടില്ല. മറിച്ച് ആ ജനം തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെ? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസം ചർച്ചകൾ നടത്തി, പഠനങ്ങൾ നടത്തി, എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുന്നു. അടുത്ത ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ ഒരു രീതി, ആ ഒരു ഇലക്ഷൻ സമ്പ്രദായം, അത് ആധുനിക കാലഘട്ടത്തിന്റെ സവിശേഷതയല്ല. 6-ാം നൂറ്റാണ്ടിൽ നമുക്കത് കാണാൻ കഴിയും. ഇസ്ലാമാണ് കൊണ്ടുവന്നത്. ഭരണാധികാരിയെ തെരഞ്ഞെടുക്കണം. സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ആരും ഭരണാധികാരിയാകാൻ പാടില്ല എന്നത് ഇസ്ലാമിക ശരീഅത്താണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇസ്ലാമിക ഭരണകൂടത്തിനുണ്ടായ പ്രത്യേകത, ഒരു സുവർണ കാലഘട്ടം. അത് വിശദമായി പറയാൻ സമയമില്ല. 2 വർഷക്കാലമാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. 2 വർഷക്കാലം രാജ്യം ഭരിച്ചു. അദ്ദേഹം മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ലഭിച്ച അവകാശങ്ങൾ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ വികസനം, അതിർത്തി വികസനം, ഇതൊക്കെയും പഠന വിഷയമാണ്, പഠിക്കേണ്ടതാണ്. ഒരു ഖുതുബയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അടുത്ത ഖലീഫ ആര്? വീണ്ടും ജനങ്ങൾ തീരുമാനിക്കുന്നു അടുത്ത ഖലീഫയാര്. അവരുടെ കൂലങ്കുഷമായ ചർച്ചകൾക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഖലീഫയായി തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് രീതി പഠിക്കേണ്ടതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഖലീഫയായിട്ടില്ല. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഏതാണ്ട് 10 വർഷക്കാലം രാജ്യം ഭരിക്കുന്നു. ഈ 10 വർഷക്കാലം ഇസ്ലാമിക ഗവൺമെന്റിനുണ്ടായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും
പ്രത്യേകം അടിവരയിട്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും പറഞ്ഞില്ലേ, ഇന്ത്യക്ക് വേണ്ടത് ഉമറിന്റെ ഭരണമാണ്. അത്രമാത്രം സവിശേഷമായ പുതിയ പുതിയ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു. അദ്ദേഹത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഇന്നും ഭരണകൂടങ്ങൾക്ക് മാതൃകയാണ്. അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അദ്ദേഹം പ്രഖ്യാപിച്ചില്ലേ, എൻ്റെ രാജ്യത്ത്, അഥവാ അദ്ദേഹം ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കും. എന്തിനാണ്? ക്ഷേമം അന്വേഷിക്കാനായിട്ട്. എൻ്റെ നാട്ടിലെ പ്രജകൾ എങ്ങനെ, അവർക്ക് എല്ലാം ലഭിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഭരണാധികാരി അങ്ങനെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ദുഃഖകരമായ ഒരു ഗാനം, ഒരു പാട്ട് കേൾക്കുന്നു. അതൊരു സ്ത്രീയുടെ ശബ്ദമാണ്, ഒരു സ്ത്രീയുടെ ഗാനമാണ്, ഒരു സ്ത്രീയുടെ പാട്ടാണ്, വിരഹവേദനയാണ്. തൻ്റെ ഭർത്താവ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. അതിന്റെ വിരഹ വേദന കൊണ്ട് അവരിങ്ങനെ ഒരു പാട്ടുപാടി. ഇത് കേട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ മകൾ ഫാത്തിമയോട് ചോദിക്കുന്നു, തൻ്റെ ഭർത്താവിനെ പിരിഞ്ഞ് ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉത്തരം കൊടുത്തു, 4 മാസം, അതിനപ്പുറം കഴിയില്ല. ഉടനെ ഉമർ പ്രഖ്യാപിച്ചു, ഈ രാഷ്ട്രത്തിൽ പട്ടാളക്കാർ 4 മാസം കഴിഞ്ഞാൽ അവധി എടുത്തുകൊള്ളണം. അപ്പൊ പട്ടാളക്കാർക്ക് 4 മാസം കഴിയുമ്പോൾ അവധി വീട്ടിൽ പോകണം. അപ്പോൾ മനസ്സറിഞ്ഞ് മനുഷ്യരുടെ പ്രശ്നങ്ങളെ പഠിച്ച് മനുഷ്യ മനസ്സിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കിയുള്ള നിയമ പരിഷ്കരണമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നടത്തിയത്. ആ ഉമറിന്റെ ഭരണം മാതൃകയാണ്. ക്ഷേമരാഷ്ട്രം അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തിന് ശേഷമാണ് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത്. അദ്ദേഹത്തിന് ശേഷമാണ് പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് അങ്ങനെ 4 ഖലീഫമാർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും 10 വർഷക്കാലം രാജ്യം ഭരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടതാണ്. അതൊക്കെ മുഴുവനായി പറയാൻ നമുക്ക് സമയമില്ല, അതൊക്കെ വേറെ പഠിക്കേണ്ടതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 4 ഖലീഫമാർ നമ്മൾ അവരെ സംബന്ധിച്ചാണ് ഖുലഫാഉർ റാഷിദീൻ അഥവാ സച്ചരിതരായ ഖലീഫമാർ എന്ന് പറയുന്നത്. വളരെ മാതൃകായോഗ്യരായ ഖലീഫമാർ എന്ന് പറയുന്നത് ഈ 4 പേരാണ്. ഈ 4 പേരുടെ ഭരണം എടുത്തു പഠിക്കേണ്ട സവിശേഷമായ മാതൃകയാണ്. പ്രത്യേകം അടിവരയിട്ട് പഠിക്കേണ്ടതുമാണ്. ഈ 4 ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വികസനം അഥവാ ഈ പറയുന്ന ഏഷ്യ, അതുപോലെ ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളൊക്കെ അവിടം വരെ എത്തി. ഇസ്ലാം ആ സാമ്രാജ്യം എത്തി. യൂറോപ്പിന്റെ കുറച്ചു ഭാഗങ്ങൾ അത്ര വലിയ ഒരു സാമ്രാജ്യമായിട്ട് ഇസ്ലാം വികസിക്കുന്നു. അതിന്റെ ഭരണാധികാരികളായിട്ട് ഈ 4 ഖലീഫമാർ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, നമ്മൾ ഈ 4 പേരെയും പ്രത്യേകം ഖുതുബയിലൊക്കെ സ്മരിക്കാറുണ്ട്. ഈ 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രമാത്രം മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ചവരാണ് ഈ ഭരണാധികാരികൾ. അപ്പൊ ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് വികാസം പ്രാപിച്ച കലയുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് വികാസം പ്രാപിച്ച സാഹിത്യമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് വികാസം പ്രാപിച്ച ഈ അറിവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും നമുക്ക് പഠന വിധേയമാണ്, മാതൃകയാണ്. അപ്പൊ ഇസ്ലാമിക ഭരണകൂടം എന്നത് ഒരു ജനാധിപത്യപരമായ സംവിധാനമാണ്. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നു ഇസ്ലാമിക ഭരണകൂടത്തെ മുസ്ലിങ്ങൾ വരെ അറിഞ്ഞോ അറിയാതെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മതരാഷ്ട്രം എന്ന്. മതരാഷ്ട്രമാണ് ഇസ്ലാമിന്റെ ഗവൺമെന്റ്. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ മതരാഷ്ട്രം, ഒരു മതരാഷ്ട്രം അഥവാ ഒരു മതം ഭരിക്കുന്ന രാഷ്ട്രം. യഥാർത്ഥത്തിൽ ഈ മതരാഷ്ട്രം എന്ത്, ഇസ്ലാമിക രാഷ്ട്രം എന്ത്, അത് വേർതിരിച്ച് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. മതരാഷ്ട്രം എന്ന് പറയുന്നത് ഏതാണ്ട് 11 മുതൽ 18 വരെ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിലനിന്ന ഒരു ഭരണക്രമമാണ്. പുരോഹിതന്മാര് ഭരിക്കുക, കത്തോലിക്ക സഭയാണ് ഭരിക്കുന്നത്. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ നിലനിന്ന ഒരു ഭരണ സംവിധാനം. അവിടെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമില്ല, അടിച്ചമർത്തൽ. എന്തിന്? കലയ്ക്ക് സ്വാധീനമില്ല, ശാസ്ത്രം സ്വാധീനമില്ല. ഗലീലിയോ എന്ന സയന്റിസ്റ്റ് അനുഭവിച്ച പ്രയാസങ്ങൾ ചരിത്രം പഠിച്ചാൽ മതി. ഭൂമിയെ സൂര്യൻ ചുറ്റുന്നു, അല്ലെങ്കിൽ സൂര്യനെ ഭൂമി ചുറ്റുന്നു, അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിന്റെ പഠന ഗവേഷണങ്ങൾ. പക്ഷേ ഈ പൗരോഹിത്യ ഭരണകൂടം അത് അനുവദിച്ചില്ല.
അത് സമ്മതിച്ചില്ല. അല്ല, നമ്മുടെ മതഗ്രന്ഥം പറയുന്നതാണ് ശരി, മതഗ്രന്ഥം പറയാത്ത ഒന്നും അനുവദിക്കില്ല. ഗലീലിയോ തടവിലായി. ആ തടവറയിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ട ഒരു സയന്റിസ്റ്റാണ് ഗലീലിയോ. ഇതേപോലെ ഇസ്ലാമിക രാഷ്ട്ര ഭരണകൂടത്തിന്റെ അകത്ത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഇസ്ലാമിക ഭരണകൂടത്തിൽ ഏതെങ്കിലും ഒരു പ്രഗത്ഭനായ പഠന ഗവേഷണങ്ങളിൽ മുഴുകിയ ഒരു കലാസാഹിത്യം അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തടവറയിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ തന്നെ അറിവിനും അതേപോലെ പഠന ഗവേഷണങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നു. അള്ളാഹു തന്നെ ആദ്യം പറഞ്ഞ കാര്യം ഇഖ്റഅ, വായിക്കാനാണ്. ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം പദങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് യതഫക്കറൂന യതദബ്ബറൂന, ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. എന്തുകൊണ്ട് പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല? അപ്പൊ പഠന ഗവേഷണങ്ങളുമായി ബന്ധപ്പെട്ട് തടവറയിൽ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ തടയപ്പെട്ട ഒരു സയന്റിസ്റ്റും ഇസ്ലാമിക ഭരണകൂടത്തിൽ ഉണ്ടായിട്ടില്ല. എവിടെ ഉണ്ടായത് മതരാഷ്ട്രത്തിലാണ്. മതരാഷ്ട്രവാദം ഇസ്ലാമിന്റെ ഭരണക്രമത്തെ ഒരു തിയോക്രസി ആയിട്ട്, അങ്ങനെയുള്ള സ്റ്റേറ്റ് ആയിട്ട് ഇപ്പോ മറ്റുള്ളവർ ആരോപിക്കുന്നു. എന്നാൽ ഈ ലോകത്ത് നീതിയും സുരക്ഷയും സമാധാനവും, പിന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് സുരക്ഷയും സമാധാനവും അവകാശങ്ങളും ഒക്കെ നൽകിയ വളരെയധികം സമാധാനം നിറഞ്ഞ ഒരു ഭരണക്രമമാണ് ഇസ്ലാമിന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട ഭരണക്രമം. പക്ഷെ അതിനെ ഇപ്പോ മതരാഷ്ട്രം എന്ന് വിളിക്കുമ്പോൾ നമ്മളും അറിയാതെ, മുസ്ലിങ്ങളും അറിയാതെ ഇത് മതരാഷ്ട്രവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്ത്? അത് പൗരോഹിത്യ ഭരണമാണ്. അതൊരു കാലഘട്ടത്തിൽ യൂറോപ്പിനെ അടക്കി ഭരിച്ചതാണ്. സ്വാതന്ത്ര്യമില്ലാതെ ജനം ഇളകി അവസാനം പൗരോഹിത്യ ഭരണക്രമത്തെ അട്ടിമറിച്ചു. അങ്ങനെ യൂറോപ്പിൽ ഇപ്പോൾ അല്പമൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ 11 മുതൽ 18 വരെ നൂറ്റാണ്ടുകളിൽ യൂറോപ്പ് അനുഭവിച്ച ഒരു ഇരുണ്ട ഡാർക്ക് ഏജ് ഒന്ന് പഠിക്കേണ്ടതാണ്. അവിടെ സ്വാതന്ത്ര്യമില്ല. അത് എല്ലാം തീരുമാനിക്കുന്നത് കത്തോലിക്ക സഭയാണ്. സഭയ്ക്കപ്പുറം വേറെ വാക്കില്ല, ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഭരണക്രമം ഇസ്ലാമിന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇസ്ലാമിന്റെ തിയോക്രസി അല്ല, ഇസ്ലാമിന്റെ വളരെ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇസ്ലാമിന്റെ നീതിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് മതന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഉദാഹരണം പറയാം. മഹാനായ ഉമറിന്റെ ഭരണകാലം, അന്ന് പള്ളി വികസിപ്പിക്കണം. പള്ളിയിൽ ആളുകൾ വന്നിട്ട് പള്ളിയിൽ സ്ഥലമില്ല. പക്ഷെ പള്ളി വികസിപ്പിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു യഹൂദ സ്ത്രീയുടെ വീട് പൊളിക്കേണ്ടി വരും. ആ വീട് പൊളിക്കാതെ പള്ളിക്ക് വികസനം സാധ്യമല്ല. അവിടുത്തെ ഗവർണർ ആ വീട് പൊളിക്കാൻ ഉത്തരവ് നൽകി. അങ്ങനെ യഹൂദ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു മൈനോറിറ്റിയാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീയാണ്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് യഹൂദ സ്ത്രീ. ആ സ്ത്രീയുടെ വീട് പൊളിച്ചിട്ട് പള്ളി വികസിപ്പിക്കാൻ ഗവർണർ ഒപ്പുചാർത്തി അനുവാദം കൊടുത്തു. അത് പ്രകാരം വീട് പൊളിച്ചു, പള്ളി വികസിപ്പിക്കുന്നു. പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കാതെ ഈ സ്ത്രീ പോയിട്ട് ഖലീഫയ്ക്ക് പരാതി കൊടുത്തു. അന്ന് രാജ്യം ഭരിക്കണത് ഉമറാണ്. എൻ്റെ വീട് പൊളിച്ചു, പള്ളി വികസിപ്പിക്കുന്നു, പ്രാർത്ഥനാ ആലയം വികസിപ്പിക്കുന്നു, എനിക്ക് വീടില്ല. ഉടനെ ഉമറിന്റെ ഉത്തരവ് വന്നു, പള്ളി മാറ്റുക, പള്ളിയുടെ പണി നിർത്തുക, ആ സ്ത്രീയുടെ വീട് നിർമ്മിച്ചു കൊടുക്കുക. ജീവിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അഥവാ സമാധാനത്തോടെ ജീവിക്കാനുള്ള മൗലികമായ അവകാശത്തെക്കാൾ വലുതല്ല ആരാധനാ സ്വാതന്ത്ര്യം. രണ്ടും രണ്ടാണ്. ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ വേറെയും സ്ഥലമുണ്ട്, താമസിക്കാൻ ആ സ്ഥലം മാത്രമേ ഉള്ളൂ. ജന്മം കൊണ്ട സ്ഥലം, ജനിച്ച വീട്, അതൊരു അവകാശമാണ്. ആ അവകാശത്തെ നിലനിർത്തി ആരാധനാ സ്വാതന്ത്ര്യം, അത് വേറെയും ഇഷ്ടം പോലെ പള്ളികളുണ്ട്, വേറെയും സ്ഥലമുണ്ട്, മാറ്റിപ്പണിയാം. അപ്പൊ ആ രാജ്യത്തിന്റെ അകത്ത് ജീവിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ വീടാണോ ആ രാജ്യത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പള്ളിയാണോ, ഏതാണ് വലുത് എന്ന ചോദ്യത്തിന് ഉമർ കൊടുത്ത ഉത്തരം വീടാണ് വലുത്. ഇത്രമാത്രം അവകാശവും സ്വാതന്ത്ര്യവും നൽകിയ മതമാണിത്. ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും പീഡിപ്പിച്ചിട്ടില്ല, ന്യൂനപക്ഷ അവകാശങ്ങളെ ധ്വംസിച്ചിട്ടില്ല,
ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും അധികം സ്വാതന്ത്ര്യം കിട്ടിയത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അകത്താണ്. ഇങ്ങനെയുള്ള ഭരണക്രമം എങ്ങനെയാണ് തിയോക്രസി ആവുക? എങ്ങനെയാണ് മതരാഷ്ട്രമാവുക? ഈ ആരോപണങ്ങളെ തീർച്ചയായും നമ്മൾ അതിന്റെ മുനയൊടിക്കണം. ഇസ്ലാമിക ശരീഅത്ത് വിശാലമാണ്, അത് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച പോലെ അത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയും അവകാശം നൽകുന്ന, ഇത്രയും ദൈവബോധമുള്ള ഭരണാധികാരികൾ, നിങ്ങൾക്കറിയാം, കേട്ട് കാണും, യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാനും ഒരു ആട്ടിൻ കുഞ്ഞ് വിശന്ന് മരിച്ചാൽ ഞാൻ എൻ്റെ റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ആരാണ്? അദ്ദേഹം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അഥവാ എൻ്റെ രാജ്യത്ത്, ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻ കുട്ടി, ഒരു ആട്ടിൻ കുഞ്ഞ് വിശന്ന് മരിച്ചാൽ, അഥവാ മൃഗങ്ങൾ വരെ വിശപ്പ് അനുഭവിക്കരുത്, പ്രയാസപ്പെടാൻ പാടില്ല, ഞാൻ എൻ്റെ റബ്ബിനോട്. അപ്പോൾ ഇവിടെ ഈ ഭരണക്രമം നന്നാകാനുള്ള കാരണം അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്, പാരത്രിക വിശ്വാസമാണ്, പരലോകത്ത് സമാധാനം പറയേണ്ടി വരുമെന്ന ബോധമാണ്. ഈ ബോധമില്ലാത്തവർ ഭരണാധികാരികളായാലോ ആദർശം പ്രസംഗിക്കും, പക്ഷെ അധികാരം കിട്ടിയാലോ ആദർശം മറക്കും. എന്തുകൊണ്ട്? ആദർശം പ്രസംഗിച്ചു, കമ്മ്യൂണിസം ലോകത്ത് വന്നില്ലേ, ആദർശം പ്രസംഗിച്ചു, ജനങ്ങൾ ആ കമ്മ്യൂണിസം അതിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറി. കാരണം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എല്ലാവർക്കും തുല്യനീതി, ആദർശം പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടിട്ട് പാവപ്പെട്ട ജനങ്ങൾ, തൊഴിലാളി വർഗം സംഘടിച്ചു, എല്ലാവരും അതിന്റെ പുറകിലേക്ക് ചേക്കേറി. പക്ഷെ അധികാരം കിട്ടിയപ്പോഴോ ആദർശം മറന്നു. അവിടെ ചൂഷകരായിട്ട് ഭരണകൂടങ്ങൾ മാറി, ഭരണാധികാരികൾ മാറി. എന്തുകൊണ്ട്? പാരത്രിക ബോധമില്ല, ആ ഒരു കണക്ഷൻ ഇല്ല. ദൈവത്തോട്, അള്ളാഹുവോട് സമാധാനം പറയേണ്ടി വരും എന്ന ബോധമില്ല, ബോധ്യമില്ല. പക്ഷെ ഇസ്ലാമിക ഭരണകൂടം എന്തുകൊണ്ട് വിജയിച്ചു? എന്തുകൊണ്ട് ഭരണാധികാരികൾ മാതൃകായോഗ്യരായി? അവർക്ക് ബോധമുണ്ട്, എൻ്റെ റബ്ബിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അപ്പൊ ഇതാണ് രാഷ്ട്രീയം. അള്ളാഹുവുമായിട്ട് കണക്ട് ചെയ്യാത്ത, പരലോകവുമായിട്ട് ബന്ധപ്പെടാത്ത രാഷ്ട്രീയം ലോകത്തെവിടെയും സമാധാനം നൽകിയിട്ടില്ല, നൽകുകയുമില്ല. കമ്മ്യൂണിസം തകർന്നു, അതെവിടെയാണോ ജന്മം കൊണ്ടത് അവിടെ തന്നെ തകർന്നു. മുതലാളിത്തം തകരാൻ ലോകത്തുടലെടുത്ത ഒരുപാട് ഇസങ്ങൾ എല്ലാം തകർന്നു പോയില്ലേ? തകരാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന ഏക ദർശനം ഇസ്ലാം മാത്രമാണ്. അതിനെതിരെ ജനം വിമർശിക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായ ഒരു ഭരണക്രമം, ഒരു സാമൂഹ്യക്രമം, ഒരു രാഷ്ട്രീയ ക്രമം, ഒരു കുടുംബ സംവിധാനം, ഒരു ആത്മീയത, ഒരു ആരാധനാക്രമം, എല്ലാം വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ആദർശമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ തകർക്കാനോ നശിപ്പിക്കാനോ എന്തുകൊണ്ട് സാധ്യമായിട്ടില്ല? കാരണം അതിൽ തൗഹീദുണ്ട്, അതിൽ ആഖിറത്തുണ്ട്, അതിൽ സാമൂഹ്യമായ വിഷയങ്ങളുണ്ട്, അതിൽ രാഷ്ട്രീയമായ എല്ലാം അള്ളാഹുവുമായിട്ട് അല്ലെങ്കിൽ പരലോകവുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നു. അള്ളാഹുവോട് സമാധാനം പറയേണ്ടി വരുമെന്ന ഉറച്ച ബോധ്യം ഭരണാധികാരികൾക്കുണ്ട്. അതുകൊണ്ടാണ് രാത്രി ഇറങ്ങി നടന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ രാത്രി സ്വയം ഇങ്ങനെ പീഡിപ്പിക്കുകയാണ്. സ്വന്തമായിട്ട് കയ്യിൽ പിടിച്ച് നുള്ളുന്നു, സ്വന്തമായിട്ട് ചെവിയിൽ പിടിക്കുന്നു, സ്വന്തമായിട്ട് അടിക്കുന്നു. എന്തിനാണ്? അള്ളാഹുവേ, ഞാൻ ആരെയെങ്കിലും പീഡിപ്പിച്ചോ, ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചോ, എൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? രാത്രി ഉറക്കം വരാത്ത ഭരണാധികാരികൾ പേടിയാണ് അള്ളാഹുവിനെ. കാരണം അള്ളാഹുവോട് സമാധാനം പറയേണ്ടി വരും. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വെള്ളം കോരി കൊടുക്കുകയാണ്. ആര്? രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വെള്ളം കോരി കൊടുക്കുന്നു, അത് ചുമന്നുകൊണ്ട് പോകുന്നു. ഇത് കണ്ട മറ്റുള്ളവർ ചോദിച്ചു, എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? ഉമർ കൊടുത്ത മറുപടി എന്താ? ഞാനിങ്ങനെ സദസ്സിൽ ഇരുന്നപ്പോ, എല്ലാവരുടെയും മുമ്പിൽ ഞാനിങ്ങനെ ഇരുന്നപ്പോ എനിക്ക് സ്വയം തോന്നി ഞാനൊരു വലിയ ആളാണെന്ന്. ഞാൻ രാഷ്ട്രത്തിന്റെ ഖലീഫയല്ലേ, എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് സ്വയം അങ്ങനെ തോന്നി. ആ കിബർ, ആ ഒരു അഹന്ത ഒന്ന് ശമിക്കാൻ വേണ്ടി, അതില്ലാതാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പണിയാണ്. പാവപ്പെട്ട ഒരു സ്ത്രീക്ക് വെള്ളം കോരി കൊടുത്തിട്ട് ഉമർ ആരുമല്ല, ഉമർ സാധാരണ മനുഷ്യൻ. ഉമറിനൊരു അധികാരമില്ല, ഭരണാധികാരിയല്ല, സാധാരണ പച്ചയായ ഒരു മനുഷ്യനാണ് ഞാൻ. പടച്ചവനെ, എൻ്റെ ഹൃദയത്തിൽ കിബർ കേറിപ്പോയോ? അപ്പൊ അല്പം പോലും അഹങ്കാരത്തിന്റെ കണിക ഹൃദയത്തിലേക്ക് വരുമ്പോ അതിനെ ശമിപ്പിക്കുന്നു. അങ്ങനെ പേടിയോടെ അള്ളാനെ ഭയപ്പെട്ട് മുന്നോട്ട് പോയ ഭരണാധികാരികൾ ഒരുപാട് ചരിത്രമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു വന്ന സംഗതി ഇതാണ്: ഇസ്ലാമിന്റെ ഗവൺമെന്റ് എന്നത് മതരാഷ്ട്രമല്ല, തിയോക്രസിയെ അല്ല. അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെ നമ്മൾ ആധികാരികമായി നേരിടണം, അതിന് കൃത്യമായ മറുപടി കൊടുക്കണം.
ഖുതുബയിലൂടെ എല്ലാം പറയാനും പഠിപ്പിക്കാനും സാധ്യമല്ല. നമ്മുടെ വായനയിൽ ഈ ചരിത്രം ഉണ്ടാകണം. രാജ്യം ഭരിച്ച 4 ഖലീഫമാർ, പിന്നീട് ഇസ്ലാമിക ഗവൺമെന്റിന് കുറെ അപജയങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. അത് കുടുംബ വാഴ്ചയിലേക്ക് വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരിക്കലൊക്കെ സംസാരിക്കാം. പക്ഷേ ആ വഴിമാറി സഞ്ചരിക്കാനുള്ള കാരണം, ആ പരാജയം ഇസ്ലാമിന്റെ കുഴപ്പമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാരത്രിക ബോധമില്ലാത്ത ഭരണാധികാരികൾ പിന്നീട് ഭരണാധികാരികളായി മാറിയതിന്റെ അനന്തരഫലമാണ്. അത് ഇസ്ലാം എന്ന ആദർശത്തിന്റെ കുഴപ്പമല്ല, അത് ആദർശത്തിന്റെ ചാബല്യമല്ല, മറിച്ച് ഭരണാധികാരികളുടെ കുഴപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല